എന്താ നമ്പ്യാരെ? ആ താൻ വന്നോ? ഞാൻ ഈ ആധാര കടലാസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വാതിലിന്റെ പൂട്ടൊക്കെ തല്ലി പൊളിച്ചിട്ട്? ദാ ഇതെല്ലാം കൂടെ എടുത്ത് ഒരു കെട്ടാക്കി വെക്ക്. ഇത് വേറെ കെട്ട്. ആ എന്നിട്ട് ഞാനിതൊക്കെ എടുത്ത് പുതുശ്ശേരി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാന്ന് വെച്ചു. തന്നെ കൊണ്ട് ഇതെല്ലാം നോക്കി നടത്താനോ മാസപ്പടി പിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. അതൊക്കെ ദാ ഇനി ഇവൻ നോക്കിക്കൊള്ളു. മുള്ളംകൊല്ലി ചിട്ടിഫണ്ടിന്റെ പ്രൊപ്പറേറ്റർ മെമ്പർ കുറുപ്പ, പുതുശ്ശേരി ചെറിയ നമ്പ്യാരല്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ട? ടെൻഷൻ ആവല്ലേ കുറിപ്പേ, ഇരിക്കേ പറയാം. മുള്ളംകൊല്ലി ചിറ്റ് ഫണ്ട്സ് ചെറിയ നമ്പ്യാര് വിഴുങ്ങി. താനങ്ങോട്ട് ഇരിക്കേ പറയാം. എടോ, ഈ ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? ആധാരം എന്ന് പറഞ്ഞ ഒരു പണയ വസ്തു, അതിരുകൾ കാണിക്കുന്ന ഒരു രേഖ. അത് മാത്രം കയ്യിൽ വെച്ചിട്ട് തനിക്ക് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കടം കൊടുക്കുമ്പോ താൻ എന്റെ പേർക്ക് എഴുതി വാങ്ങുന്ന ഒരു കടലാസില്ലേ, പവർ ആന്റണി, പവർ ഓഫ് അറ്റോർണി. ആ കടലാസാണ് കടം കൊടുക്കുന്നയാൾക്ക് പണയ വസ്തുവിന്മേലുള്ള അധികാരം. കടം വാങ്ങിയവരെ ഇറക്കി വിടാം, വസ്തു വിൽക്കാം, വേണമെങ്കിൽ അവിടെ കയറി പൊറുതിയും തുടങ്ങാം. എല്ലാറ്റിനുമുള്ള അധികാരം, പവർ. ഹംസ, നീ ഇതെടുത്തുകൊണ്ട് ജീപ്പിൽ വെക്ക്. എന്നിട്ട് വണ്ടി തന്നെ ഇരുന്നോ, ഞാൻ വരാം. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്പ്യാർ കളിക്കുന്നവനല്ല കളിപ്പിക്കുന്നവനാണെന്ന്. നമ്പ്യാരുടെ കളിയിൽ മെമ്പർ കുറുപ്പിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ ശത്രുവായി നമ്പ്യാരുടെ വഴിയിൽ കുറുകെ നിൽക്കാനൊന്നും വന്നേക്കരുത്. ഒരു റീത്ത് കൊണ്ടുവന്ന് ഈ നെഞ്ചത്ത് വെക്കും. എന്നിട്ട് മെമ്പർ കുറുപ്പിന്റെ അകാല വിയോഗം മുള്ളംകൊല്ലിക്ക് ഒരു തീരാ നഷ്ടമാണെന്ന് പ്രസ്താവിക്കും. മനസ്സിലായില്ല. ആരും അറിയാതെ കൊന്നുകളയുന്നു.